Good morning students. Welcome back to my video class. Today circle measures last exercise question. One question is the pictures below shows two circles each passing through the center of the other. Each pass through the center of the other. Calculate the area of the region common to both. But two circles are circles in there. ഇതിന്റെ സെന്റേഴ്സ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കിളും സെയിം സെന്ററിലായിരിക്കും ഉണ്ടാവുക. പാസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സർക്കിൾസും സെന്റർ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ആ പാസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. കോമൺ റീജിയൻ. അപ്പൊ ഏതാണ് കോമൺ റീജിയൻ? കോമൺ ആയിട്ടുള്ള ഭാഗം, രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഭാഗമാണ് അതിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ ഈ ഏരിയ കാണാൻ, കോമൺ പാർട്ട് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് നമുക്ക് പഠിച്ച രീതി സെക്ടറിലേക്ക് മാറ്റാനാണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്ടർ കിട്ടും. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സർക്കിൾ നമുക്ക് നോക്കാം. ഈ സർക്കിളിന്റെ ഒരു സെക്ടറാണ് അല്ലേ? സർക്കിളിന്റെ സെന്ററിന് റേഡിയസും ആർക്ക് ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് സെക്ടർ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചങ്ങോട്ടും നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക റേഡിയസും സെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്ടേഴ്സ് ആണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിളായി മാറി? ഇക്വലാറ്റർ ട്രയാങ്കിളായി മാറി. അപ്പൊ ഈ ഷെയ്ഡ് കാണാൻ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണാം. അങ്ങനെ എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്? 2 ആണ്. പക്ഷെ നമുക്ക് ഇത് നോക്കുമ്പോൾ ഇത് എന്തായി മാറി? ഇത് ഒരു സെഗ്മെന്റായി മാറി. സെഗ്മെന്റായി മാറിയില്ലേ? അപ്പൊ ഈ സർക്കിൾ വെച്ച് നോക്കുമ്പോൾ റേഡിയസും സെക്ടർ ആർക്കും കൂടി ചേർന്ന ഭാഗം ഒരു സെക്ടറാണ്. ആ സെക്ടറിന് ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ മൈനസ് ചെയ്ത ഒരു സെഗ്മെന്റ് കിട്ടും. അപ്പൊ ഒരു സെഗ്മെന്റ് കിട്ടിയാൽ അതുപോലെ തന്നെയാണ് ഈ 4 സെഗ്മെന്റ്സും. ഒരു സെഗ്മെന്റിന്റെ ഏരിയ കിട്ടിയാൽ 4 സെഗ്മെന്റിന്റെ ഏരിയ കാണാം. അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ കണ്ടാൽ മതി? 2 ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കൂടി കണ്ടാൽ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ കിട്ടും. ഒരു രീതി അതാണ്. എന്താ ചെയ്യേണ്ടത്? ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് ഇതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് ഒരു സെഗ്മെന്റ് കിട്ടും. ഒരു സെഗ്മെന്റ് കിട്ടിയാൽ അങ്ങനെ എത്ര സെഗ്മെന്റ്സ് ഉണ്ട് ഫിഗറിലെ? 4 സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ 4 സെഗ്മെന്റിന്റെ ഏരിയയും കാണാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ? അത് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്? 2 ഇക്വലാറ്റർ ട്രയാങ്കിൾ. അതാണ് നിങ്ങൾക്ക് ഈസി. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ തന്നത് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എത്രയെന്നാ പറയുന്നത്? 2 ആണ്. ഫിഗറിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. അപ്പൊ ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാവാൻ കാരണം എന്താ? കാരണം ഇവിടെ റേഡിയസ് ആണ് 2 ആണ്, ഇതും റേഡിയസ് 2 ആണ്, ഈ സർക്കിളിന്റെ റേഡിയസും ആണ്. അപ്പൊ എല്ലാം 2 ആയതുകൊണ്ടാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയി മാറി. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണാൻ ഇക്വേഷൻ ആണ് √3/4a². പഠിച്ചു വെക്ക. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്താ? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ √3/4a². നിങ്ങൾക്കറിയാം എ എന്നത് ഇവിടെ റേഡിയസ് ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. അപ്പൊ √3/4 എന്റെ സ്ഥാനത്ത് എത്രയെന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പൊ a² എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. ഇപ്പൊ 2 × 2 എന്താ? 4 ആണ്. 4 ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ √3 cm² എഴുതി വെക്കാം. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളുടെ ഏരിയ കിട്ടി. ഇനി നമുക്ക് ഈ സെഗ്മെന്റിന്റെ ഏരിയ കാണാം, സെക്ടറിന്റെ ഏരിയ കാണാം. ആ സെഗ്മെന്റിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ഇതങ്ങോട്ട് മൈനസ് ചെയ്യാം. ട്രയാങ്കിൾ മൈനസ് ചെയ്ത് എന്ത് കിട്ടും? സെഗ്മെന്റ് കിട്ടും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? സെഗ്മെന്റിന്റെ ഏരിയ കാണേണ്ടതിന് സെക്ടറിന്റെ ഏരിയ കാണും. ഏരിയ ഓഫ് എ സെക്ടർ, ഏരിയ ഓഫ് സെക്ടർ കാണാൻ ഇക്വേഷൻ എന്താണ്? x/360 × πr². നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ഇവിടെ എത്രയാ? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 ഡിഗ്രി / 360 π × r.
ആറ് റേഡിയസ് ഓഫ് ദ സർക്കിളും എന്തെന്നെയാണ് 2 തന്നെയാണ്. അപ്പൊ 2 × 2 ആണ്. ഇനി നമുക്ക് 0 0 ക്യാൻസൽ ചെയ്ത് 6 36 6 ആണ്. അപ്പൊ വേണമെങ്കിൽ ഒരു 2 ക്യാൻസൽ ചെയ്യാം. 6 2 എത്രയാണ്? 6 3 ആണ്. അപ്പൊ പൈ ബൈ ഇവിടെ വേറെ എന്തുണ്ട്? 2 ഉണ്ട്. 2 പൈ ബൈ 3 ആണ് അതിന്റെ വരിക. ഏരിയ എത്ര വരിക? 2 പൈ ബൈ 3 സെന്റിമീറ്റർ സ്ക്വയർ. എന്താണ്? സെക്ടറിന്റെ ഏരിയ ആണ്. നമുക്ക് സെഗ്മെന്റ് കണ്ടുപിടിക്കാം. സെഗ്മെന്റിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് സെഗ്മെന്റ് കാണാൻ ഏരിയ ഓഫ് സെക്ടറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഏരിയ ഓഫ് സെക്ടറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ മൈനസ് ചെയ്യാം. അപ്പൊ ഏരിയ ഓഫ് സെക്ടർ എത്രയാണ് കണ്ടുപിടിച്ചേ? 2 പൈ ബൈ 3 ആണ്. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിളോ √3 ആണ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ 1 സെഗ്മെന്റ് കിട്ടി. ഇനി നമുക്ക് ഷെയ്ഡഡ് റീജിയൻ ആണ് കാണുന്നത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ അല്ലെ ഷെയ്ഡഡ് പാർട്ട്. എന്താ ചെയ്യുക? ഷെയ്ഡഡ് പാർട്ട് കാണാൻ നല്ല ആലോചിച്ച് നോക്കുക. എത്ര സെഗ്മെന്റ് ആണ്? ഏരിയ ഓഫ് സെഗ്മെന്റ് 4ഉം 2 ഇക്വലാറ്റർ ട്രയാങ്കിളിൽ കണ്ടുപിടിക്കും. ഏരിയ ഓഫ് 2 ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്ലസ് 4 ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ 2 ഇക്വലാറ്റർ ട്രയാങ്കിളും 4 സെക്ടേഴ്സിന്റെ ഏരിയയും കൂടെ, സെക്ടർ അല്ല സെഗ്മെന്റ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഷെയ്ഡഡ് പോർഷൻ കാണാം. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ 2 ഉണ്ട്. പിന്നെ 4 സെഗ്മെന്റും ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ √3 ആയിരുന്നു. അപ്പൊ 2 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ 2 √3 ആണ്. പ്ലസ് 4 ഏരിയ ഓഫ് സെഗ്മെന്റ്. ഒരു സെഗ്മെന്റിന്റെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 4 ആകുമ്പോൾ എന്ത് ചെയ്യുക? 4 × 2 പൈ ബൈ 3 മൈനസ് √3. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ എഴുതാം. 2 √3 എന്ന് ഇവിടെ എഴുതി. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 8 പൈ ബൈ 3 എന്ന് വരും. 4 × √3 എത്രയാണ്? 4 √3 ആണ്. ഇനി നിങ്ങൾ ആദ്യം 8 പൈ ബൈ 3 എഴുതാം. 2 √3 മൈനസ് 4 √3 ആഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ നമ്പറിന് മൈനസ് ചെയ്യാം. 4 2 മൈനസ് ചെയ്താൽ 2 ആണ്. സൈനോ മൈനസ് കൂടെ √3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് 8 പൈ ബൈ 3 2 √3. കാരണം എന്താ? ഇതിന്റെ സർക്കിളിന്റെ റേഡിയസും ഈ സർക്കിളിന്റെ റേഡിയസും എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ ആ സൈഡാണ് റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കിയപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത പോർഷൻ കാണാൻ നോക്കിയപ്പോൾ റേഡിയസ് ഇങ്ങോട്ട് വരച്ചു വന്നപ്പോൾ നമുക്ക് ഇത് ജോയിൻ ചെയ്യുമ്പോൾ 2 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയി മാറും. കാരണം എന്താ? റേഡിയസും എല്ലാ റേഡിയസും സെയിം ആയതുകൊണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആവും. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ കാണാം. ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇക്വലാറ്റർ ട്രയാങ്കിൾ 2 ഉണ്ട്. പിന്നെ ഈ ഭാഗം കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? സെക്ടറിന് ഇക്വലാറ്റർ ട്രയാങ്കിൾ മൈനസ് ചെയ്യും. അപ്പോൾ ഒരു സെഗ്മെന്റ് കിട്ടിയാൽ, അങ്ങനെ എത്ര സെഗ്മെന്റ് ആ ഫിഗറിലുള്ളത്? 4 ആണ്. അപ്പോൾ 4 സെഗ്മെന്റിന്റെ ഏരിയ കൊണ്ട് ഇവിടെ സാവധാനം കാൽക്കുലേഷൻ ചെയ്യാം. 2 ഇക്വലാറ്റർ 2 √3, 4 സെഗ്മെന്റിന്റെ 2 പൈ ബൈ 3 √3 ആണ്. 4 ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗേഴ്സ് ഷോ 3 സർക്കിൾസ് ഡ്രോൺ വിത്ത് their center on each vertices of an equilateral triangle and passing through the 2 points. Find the area of region common to all 3. സർക്കിൾസ് എങ്ങനെയൊക്കെയാണ്? ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടക്സ്, ഈ സർക്കിളിൽ നിന്ന് ഈ ആർക്കിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഷെയ്ഡ് റീജിയൻ ഈ ഭാഗമാണ് കാണുന്നത്. അപ്പൊ ഷെയ്ഡ് റീജിയൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ മാതിരി തന്നെ എന്ത് ചെയ്യാം? ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററിന്റെ സൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ് ഇവിടെയും? 2 സെന്റിമീറ്റർ തന്നെയാണ്. 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ വെച്ച് ആദ്യം ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണും. ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണാൻ ഏരിയ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഒരു സെക്ടറിന്റെ, ഒരു ഫിഗറിന്റെ ഈ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഇത് മാത്രം ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും?
നേരത്തെ മാതിരി ഒരു സെക്ടറാണ്. ആ സെക്ടറിന് ഇക്വലാറ്റർ ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? സെഗ്മെന്റ് കിട്ടി. അങ്ങനെ എത്ര സെഗ്മെന്റ് ഇവിടെ ഉള്ളത്? 3 സെഗ്മെന്റ് ആണ്. ഷെയ്ഡ് ചെയ്ത എത്ര സെഗ്മെന്റ് ആണ്? 3 സെഗ്മെന്റ്. അപ്പൊ ഏരിയ ഓഫ് ദ ഫിഗർ കാണാൻ നേരത്തെ കണ്ടുപിടിച്ചതിൽ നിങ്ങൾ ചെയ്താൽ മതി. ഏരിയ ഓഫ് ഫിഗർ കാണാൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡഡ് പാർട്ട് കാണാൻ ഇവിടെ എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്ലസ് എന്ത് ചെയ്താൽ മതി? എത്ര സെഗ്മെന്റ് ചെയ്താൽ മതി? 3 ഏരിയ ഓഫ് സെഗ്മെന്റ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച നേരത്തെ അതേമാതിരി കാണാം. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു നേരത്തെ കിട്ടിയിരുന്നത്? √3 ആയിരുന്നു. √3 ആണ്. പ്ലസ് 3 ഇൻറ്റു ഏരിയ ഓഫ് സെഗ്മെന്റ് എന്തായിരുന്നു? 2π/3 മൈനസ് √3. ആ കണ്ടുപിടിച്ച രീതിയിൽ ആദ്യം ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണാം. അത് നിങ്ങളെ ഹോംവർക്കാണ്. ചെയ്യാം, നിങ്ങൾ വർക്ക് ചെയ്യാം. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. എന്നിട്ട് ഒരു സെഗ്മെന്റിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യുക? സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഇക്വലാറ്റർ ട്രയാങ്കിൾ മൈനസ് ചെയ്ത ഒരു സെഗ്മെന്റിലേക്ക് കാണും. ആ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടതിന് ശേഷം ഷെയ്ഡഡ് റീജിയൻ കാണാം. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എഴുതാം. 3 ഇൻറ്റു ഏരിയ ഓഫ് സെഗ്മെന്റ് ചെയ്യും. നേരത്തെ മാതിരി √3 എഴുതാം. 3 ഇൻറ്റു ചെയ്യുമ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? 2π/3 ക്യാൻസൽ ചെയ്യാം. 3√3 വരും. 3 ഇതിനും മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനും. അപ്പൊ അതിൽ 3യും 3യും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 2π ഉണ്ടാവും. √3 മൈനസ് 3√3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2√3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ അത് ചെയ്ത് പഠിക്കുക. ഇതിലധികം അങ്ങനെയാണ് ചെയ്യുക. സെഗ്മെന്റ് കാണാം. അതിന് എന്ത് ചെയ്യാം? എത്ര സെഗ്മെന്റ് ആണെന്ന് ഫിഗറിൽ നോക്കുക. എത്ര സെഗ്മെന്റ് ആണ്? 3 സെഗ്മെന്റ്സ് ആണ്. ഒക്കെ ഈക്വൽ ആയിരിക്കും. 3 സെഗ്മെന്റിന്റെ ഏരിയയും കൂടാണ്ട് ഒരു നടുവിൽ എന്തുണ്ട്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കിട്ടും. ഓക്കെ.